ഹലോ ഡിയർ ഓൾ, നമുക്കിന്നൊരു അടിപൊളി മീൻകറി വെച്ചാലോ. അതും നല്ല തേങ്ങയൊക്കെ അരച്ച് നല്ലൊരു മീൻകറി വെക്കാം അല്ലേ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ 1/2 kg മീൻ എടുത്തിട്ടുണ്ട്. ഏത് രീതിയിലുള്ള മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ ഇതിലെടുത്തിരിക്കുന്നത് ഓലക്കുടിയ മീനാണ്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മാറ്റി വെച്ചു. അപ്പോൾ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയുള്ളി വേണം. പിന്നെ നമ്മൾ 2 കഷ്ണം പച്ചമുളക്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 കഷ്ണം ഇഞ്ചി എടുക്കുക. പിന്നെ 2-3 തണ്ട് കറിവേപ്പില. നമ്മൾ കുടംപൊടി ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് നമ്മൾ ചേർക്കുന്ന മഞ്ഞൾപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ കൂടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ഇത് ആഡ് ചെയ്തു, ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇഞ്ചിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്കതിലേക്ക് വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം, അതായത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നല്ല മഷി പോലെ നമുക്ക് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പാകത്തിന് നമ്മൾ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിങ്ക് സോൾട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അരച്ചെടുക്കാൻ പാകത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട. അതിൻ്റെ ആ അരപ്പ് നന്നായിട്ട് മഷി പോലെ അരഞ്ഞു വരാൻ പാകത്തിന് നമ്മൾ വെള്ളം ആഡ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്കിത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒരു ചട്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ചട്ടി നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല. ഇതിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റവ് ഓൺ ആക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് അത് ചെറുതായിട്ടൊന്ന് കീറിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ആഡ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൽ എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലായിടത്തേക്കും ആകുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളതിലേക്ക് കുടംപുളി കൂടി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ ചേർക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഒരു അടപ്പ് വെച്ച് നന്നായിട്ട് ചട്ടി മൂടി ഇത് നന്നായിട്ട് ഈ അരപ്പ് ഒന്ന് വെന്ത് തിളച്ച് വരാൻ പാകത്തിന് നമ്മൾ ഒരു ടൈം കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുടംപുളി ആഡ് ചെയ്തു. അതിനോടൊപ്പം തന്നെ നമുക്കിതിൽ തക്കാളി കൂടി വേണമെങ്കിൽ നമ്മൾ ആ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് തിളച്ചതിന് ശേഷം മീനെല്ലാം നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റേജിൽ മാത്രമേ സ്പൂണൊക്കെ വെച്ചിട്ട് മീനിങ്ങനെ ഇളക്കാവുള്ളൂ. അപ്പോൾ ഇത് വെന്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ വെന്ത് തുടങ്ങിയതിന് ശേഷം നമ്മളിങ്ങനെ സ്പൂണൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും മീൻ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് പാകത്തിന് വേകണതിന് മുന്നേ ഉള്ള സ്റ്റേജിൽ മാത്രമേ സ്പൂണൊക്കെ മീൻകറിയിൽ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഇത് നന്നായിട്ട് വേകാനായിട്ട് ടൈം കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്കൊന്ന് താളിച്ചൊഴിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കടായി എടുത്ത് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുകും ഉലുവയും ഇട്ടു. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി, വറ്റമുളക്, കറിവേപ്പില, അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അത് ഒത്തിരി കരിഞ്ഞു പോകുന്ന ഒരു പാകം വേണ്ട. ഒരു ലൈറ്റായിട്ടുള്ളൊരു ഗോൾഡൻ കളറിലേക്ക് എത്തിയതിന് ശേഷം നമ്മളിത് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒത്തിരി തീ കൂട്ടി വെക്കരുത്. ഇരുമ്പിൻ്റെ ആയിട്ടുള്ളൊരു പാത്രം അങ്ങനത്തെയൊക്കെ ആയിരിക്കും നമ്മൾ സാധനം കടുക് പൊട്ടിക്കാനൊക്കെ ആയിട്ട് എടുക്കുന്നത്. അപ്പം ഇത് ചിലപ്പോൾ അത് കുറച്ചൊന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ വെന്ത് പാകമായിരിക്കുന്ന കറിയിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിതിലേക്ക് തന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ലൈറ്റായിട്ട് മാത്രം നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ കറിയിലേക്ക് ഈ എണ്ണ താളിച്ചൊഴിച്ചതിൻ്റെ ടേസ്റ്റ് കൂടി നമുക്ക് ആവണം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് മൂടി ഒരു 10-15 മിനിറ്റ് വരെ വെക്കുക. അപ്പോൾ അടിപൊളി മീൻകറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.